നമസ്കാരം. വിഡീസ് അവറിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. മൈക്രോസോഫ്റ്റ് പണിമുടക്കിയത് UAE-യിലെ വിമാനത്താവളങ്ങളെ മുതൽ ചെറുകിട സ്ഥാപനങ്ങളെ വരെ ബാധിച്ചു. പേയ്മെന്റ് മെഷീനുകൾ നിലച്ചതോടെ വിൽപ്പന നടത്തിയ സാധനങ്ങളുടെ പണം സ്വീകരിക്കാൻ കഴിയാതെ സൂപ്പർ മാർക്കറ്റുകളും റെസ്റ്റോറന്റുകളും വലഞ്ഞു. വൈകുന്നേരത്തോടെയാണ് സ്ഥാപനങ്ങൾ സാധാരണ നിലയിലേക്ക് മടങ്ങിയത്. മൈക്രോസോഫ്റ്റിന്റെ ബ്ലൂ സ്ക്രീൻ ഡെത്ത് എറർ ഉണ്ടാക്കിയ ആഗോള പ്രതിസന്ധി ദുബൈ വിമാനത്താവളത്തിന്റെ പ്രവർത്തനത്തെ ബാധിച്ചുവെന്ന് എയർപോർട്ട് അധികൃതർ സ്ഥിരീകരിച്ചു. ദുബൈ വിമാനത്താവളത്തിന്റെ ടെർമിനൽ 1-ലും ടെർമിനൽ 2-ലും പല വിമാന കമ്പനികളുടെയും ചെക്ക് ഇൻ നടപടികളെ ഇത് ബാധിച്ചു. എന്നാൽ സിസ്റ്റം മാറ്റി പ്രവർത്തിപ്പിക്കാൻ സാധിച്ചതിനാൽ വിമാനത്താവളത്തിന് അധികം വൈകാതെ സാധാരണ നിലയിലേക്ക് മടങ്ങാൻ കഴിഞ്ഞുവെന്ന് അധികൃതർ പറഞ്ഞു. ലോകത്തിലെ പല വിമാനത്താവളങ്ങളുടെയും പ്രവർത്തനം അവതാളത്തിലായതിനാൽ വിമാനങ്ങൾ ഇനിയും വൈകാൻ സാധ്യതയുണ്ടെന്ന് ഇത്തിഹാദ് ഉൾപ്പെടെ വിമാന കമ്പനികൾ അറിയിച്ചു. പേയ്മെന്റ് മെഷീനുകൾ പണിമുടക്കിയതാണ് വ്യാപാര സ്ഥാപനങ്ങളെ പ്രതിസന്ധിയിലാക്കിയത്. 11 മണി മുതൽ 2 മണി വരെ ബാങ്ക് ഫുള്ള് ബ്ലോക്ക് ആയിട്ടാണുള്ള ജാമായിട്ട്. അതുകൊണ്ട് സ്വൈപ്പിങ് കാര്യങ്ങളും ചെയ്തില്ല. പിന്നെ കൂടുതൽ ആൾക്കാർ കാർഡിലാണല്ലോ ഉപയോഗിക്കുന്നത്. ഈ ഒരു നമ്മളെല്ലാ ബ്രാഞ്ചിൽ നിന്ന് വിളികൾ വന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ് ഈ സംഭവം എല്ലാ ബ്രാഞ്ചിലും ഉണ്ട്, നിങ്ങൾ മാത്രമല്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ 2 മണി കഴിഞ്ഞതിന് ശേഷം സ്ലോലി അത് ക്ലിയറായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഇവിടെ ഉച്ചയ്ക്ക് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ അവിടെ ആകെ പ്രശ്നമാണ്. അവിടെ എല്ലാവരും തന്നെ ഭക്ഷണം കഴിച്ച ശേഷമാണല്ലോ നമ്മൾ ക്യാഷ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ക്യാഷ് കൊടുക്കാൻ പോകുമ്പോൾ അവിടെ പേയ്മെന്റ് മെഷീൻ കംപ്ലൈന്റ് ആണ്. കസ്റ്റമേഴ്സിന് ഇത് പറഞ്ഞാൽ പലർക്കും മനസ്സിലാവില്ല. ഇതും ആഗോള പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ പോലും പലർക്കും മനസ്സിലാവില്ല. പല സർക്കാർ സ്ഥാപനങ്ങളുടെയും ഇടപാടുകളെ സാങ്കേതിക തകരാർ ബാധിച്ചു. സെക്യൂരിറ്റി സോഫ്റ്റ്വെയറായ ക്രൗഡ് സ്ട്രൈക്ക് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്നതും അപ്ഡേറ്റ് ചെയ്യുന്നതും ഒഴിവാക്കണമെന്ന് UAE ടെലികോം ഡിജിറ്റൽ റെഗുലേറ്ററി അതോറിറ്റി സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകി. ഗൂഗിൾ ക്രോം ഉപയോഗിക്കുന്നവർ ഏറ്റവും പുതിയ വെർഷൻ അപ്ഡേറ്റ് ചെയ്ത് ഉപയോഗിക്കണമെന്ന് UAE സൈബർ സെക്യൂരിറ്റി കൗൺസിലും നിർദ്ദേശിച്ചു. വൈകുന്നേരത്തോടെയാണ് UAE-യിലെ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം സാധാരണ നിലയിലേക്ക് മടങ്ങിയത്. യാസർ അറഫാത്തിനൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, ദുബായ്. മൈക്രോസോഫ്റ്റ് പണിമുടക്കിയതിനു പിന്നാലെ സൗദിയിൽ നിന്ന് വിവിധ രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകളെയും ബാധിച്ചു. വിമാനയാത്രക്കാർക്ക് അറിയിപ്പുമായി വിവിധ എയർപോർട്ടുകളും എയർലൈനുകളും രംഗത്തെത്തി. എന്നാൽ സൗദി എയർലൈൻസിന്റെ ഒരു സർവീസുകളെയും ഇത് ബാധിച്ചിട്ടില്ല. സൗദിയിലെ ബാങ്കിംഗ്, സർക്കാർ സേവനങ്ങളെയും വിഷയം ബാധിച്ചില്ല. റിയാദ്, ജിദ്ദ, ദമാം വിമാനത്താവളങ്ങളിലെ അന്താരാഷ്ട്ര സർവീസുകളെയാണ് മൈക്രോസോഫ്റ്റ് പ്രശ്നം ആദ്യം ബാധിച്ചത്. ഇതിനു പിന്നാലെ സൗദി വിമാന കമ്പനികളായ ഫ്ലൈനാസും ഫ്ലൈയദിയിലും സർവീസുകളിലെ കാലതാമസവും ബോർഡിംഗ് പാസ് ഇഷ്യൂ ചെയ്യുന്നതിലെ പ്രതിസന്ധിയും വിശദീകരിച്ചു. വിമാനയാത്രക്കാരോട് യാത്രയ്ക്ക് മുന്നേ സമയം എയർലൈനുമായി ബന്ധപ്പെട്ട് ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ത്യയിലേക്കുള്ള വിമാന സർവീസുകളെയും ഇത് ബാധിച്ചിട്ടുണ്ട്. വിവിധ ഇന്ത്യൻ വിമാന കമ്പനികൾ ഇക്കാര്യം നേരത്തെ അറിയിച്ചിരുന്നു. ആഭ്യന്തര സർവീസുകളിലും കാലതാമസം നേരിടുന്നുണ്ട്. എന്നാൽ സൗദി എയർലൈൻസിന്റെ ഏതു സർവീസുകളെയും വിഷയം ബാധിച്ചിട്ടില്ലെന്ന് കമ്പനി അറിയിച്ചു. സൗദിയിലെ സർക്കാർ സേവനങ്ങളെയോ അബിഷിർ ബാങ്കിംഗ് പ്ലാറ്റ്ഫോമുകളെയോ വിഷയം ബാധിച്ചിട്ടില്ല. പ്രതിസന്ധി ബാധിക്കാതിരിക്കാൻ ജാഗ്രത പുലർത്തുന്നതായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതോറിറ്റിയും IT മന്ത്രാലയവും അറിയിച്ചു. മീഡിയ 1, റിയാദ്. മൈക്രോസോഫ്റ്റ് സേവനങ്ങളുടെ ആഗോള തടസ്സം കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവള പ്രവർത്തനങ്ങളെയും ബാധിച്ചു. പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിനുള്ള പദ്ധതികളും പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചു. കുവൈത്ത് എയർവേസ്, ജസീറ എയർവേസ്, അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പ്രവർത്തിക്കുന്ന മറ്റ് കമ്പനികൾ എന്നിവയുമായി സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ ഏകോപനം നടന്നുവരുന്നതായും അദ്ദേഹം അറിയിച്ചു. സൗദിയിൽ രാജ്യവ്യാപകമായ മയക്കുമരുന്ന് വേട്ടയിൽ 25 പേർ അറസ്റ്റിൽ. മയക്കുമരുന്ന് കേസിൽ പ്രവാസിയടക്കം 2 പേരുടെ വധശിക്ഷയും നടപ്പാക്കിയിട്ടുണ്ട്. ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് നാർക്കോട്ടിക് കൺട്രോളിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. മയക്കുമരുന്ന് കേസിൽ 2 പേരുടെ വധശിക്ഷയാണ് ഇന്ന് നടപ്പാക്കിയത്. മക്ക പ്രവിശ്യയിൽ പാകിസ്ഥാൻ, സൗദി പൗരന്മാർക്കാണ് ഹെറോയിൻ കടത്തിന് വധശിക്ഷ. മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങൾ നിരീക്ഷിക്കുന്നതിനും ചെറുക്കുന്നതിനുമായുള്ള ക്യാമ്പയിൻ തുടരുകയാണ്. 25 മയക്കുമരുന്നുകാരെയാണ് ഇന്ന് രാജ്യവ്യാപകമായി പരിശോധനയിൽ പിടികൂടിയത്. ഇതിൽ മയക്കുമരുന്ന് കടത്തുകാരും കച്ചവടക്കാരും ഡീലർമാരും ഉൾപ്പെടും. കാത്ത് ഇലകൾ കടത്തിയതിന് 13 അംഗ സംഘത്തെയാണ് ജിസാനിൽ അറസ്റ്റ് ചെയ്തത്. ഹാഷിഷ്, ടാബ്ലറ്റ് തുടങ്ങിയ ലഹരികളുമായി ബന്ധപ്പെട്ട് കസീം മേഖലയിൽ പിടിക്കപ്പെട്ടത് 4 പേരാണ്. ഇതേ കുറ്റകൃത്യത്തിനായി അസീർ മേഖലയിൽ 3 പേരെയും പിടികൂടി. ജിസാൻ മേഖലയിൽ 15 കിലോഗ്രാം മയക്കുമരുന്നുമായി ഒരാളെയും 2 ബംഗ്ലാദേശി സ്വദേശികളെ കിഴക്കൻ മേഖലയിൽ നിന്നും പിടികൂടി. പിടിയിലായവർക്കെതിരെ കടുത്ത നിയമ നടപടികൾ ഉണ്ടാകും.
മക്ക, റിയാദ്, കിഴക്കൻ പ്രവിശ്യ എന്നിവിടങ്ങളിലെ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ 911 എന്ന നമ്പറിലും മറ്റു പ്രദേശങ്ങൾ 999 എന്ന നമ്പറിലും ബന്ധപ്പെട്ട് അധികൃതരെ അറിയിക്കണമെന്നും നാർക്കോട്ടിക് കൺട്രോൾ അധികൃതർ അറിയിച്ചു. മീഡിയ 1 റിയാദ്. ഖത്തറിൽ നിന്ന് സ്വർണം കടത്താൻ ശ്രമിച്ച 8 പേർ അറസ്റ്റിൽ. സ്വർണവുമായി ഹമ്മദ് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി പുറത്തുകടക്കാൻ ശ്രമിച്ചവരെയാണ് പിടികൂടിയത്. شاهين 1-0 للعلم بيكون عندنا عمل مراقبة أشخاص من الجنسية الآسيوية اتجاه منزل الأشخاص عند الوصول كردورية تعتني بالغواص. സ്വർണം കടത്താൻ ശ്രമിച്ചവരെ പിടികൂടുന്ന ഓപ്പറേഷന്റെ ദൃശ്യങ്ങൾ ഖത്തർ ആഭ്യന്തര മന്ത്രാലയം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്. വിമാനത്താവളത്തിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒളിപ്പിച്ച സ്വർണവും കണ്ടെടുത്തു. പ്രതികളിൽ നിന്നും സ്വർണത്തിന് പുറമെ പണവും മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള വിലപിടിപ്പുള്ള സാധനങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട്. കൂടുതൽ നിയമ നടപടികൾക്കായി പ്രതികളെ ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി. കുറ്റകൃത്യത്തിൽ പങ്കാളികളായ വിവിധ രാജ്യക്കാരായ 8 പേരെ അറസ്റ്റ് ചെയ്തതായി മന്ത്രാലയം അറിയിച്ചു. എന്നാൽ ഏത് രാജ്യക്കാരാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല. മീഡിയ 1 ദോഹ. മനുഷ്യക്കടത്ത് തടയുന്നതിനായി വിപുലമായ പദ്ധതികൾ നടപ്പിലാക്കാനൊരുങ്ങുകയാണ് കുവൈത്ത്. ഇതിന്റെ ഭാഗമായി കുവൈത്ത് നീതിന്യായ മന്ത്രാലയം ആക്ടിംഗ് അണ്ടർ സെക്രട്ടറി താരിഖ് അൽ അസ്ഫൂർ GCC അംഗരാജ്യങ്ങളിലെ ഡ്രഗ്സ് ആൻഡ് ക്രൈം സംബന്ധിച്ച ഐക്യരാഷ്ട്രസഭയുമായി സഹകരണ കരാറിൽ ഒപ്പുവെച്ചു. വ്യക്തികളെയും കുടിയേറ്റക്കാരെയും കടത്തുന്നത് തടയുന്നതിന്റെ ഭാഗമായാണ് കരാറെന്ന് മനുഷ്യക്കടത്ത് തടയുന്നതിനായുള്ള സ്ഥിരം ദേശീയ സമിതി ഡെപ്യൂട്ടി ചെയർമാൻ അൽ അസ്ഫൂർ പറഞ്ഞു. സൗദിയിൽ എഞ്ചിനീയറിംഗ് ജോലികളിൽ 25% സൗദിവൽക്കരണം നടപ്പിലാക്കുന്നു. മറ്റന്നാൾ മുതലാണ് നിയമം പ്രാബല്യത്തിൽ വരിക. 5-ൽ കൂടുതൽ എഞ്ചിനീയർമാർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കാണ് നിയമം ബാധകമാവുക. എഞ്ചിനീയറിംഗ് പ്രൊഫഷനുകളിൽ 25% സൗദിവൽക്കരണം നടപ്പാക്കാനാണ് തീരുമാനം. മറ്റന്നാൾ മുതലാവും നിയമം നടപ്പിലാവുക. 5-ൽ കൂടുതൽ എഞ്ചിനീയർ പ്രൊഫഷനുകൾ ജോലി ചെയ്യുന്ന സ്വകാര്യ സ്ഥാപനങ്ങളാണ് ദേശസാൽക്കരിക്കുക. സൗദിവൽക്കരണം നടപ്പാക്കുന്ന സ്ഥാപനങ്ങൾക്ക് മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയത്തിന്റെയും ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെയും പിന്തുണ ലഭിക്കും. സ്വദേശികൾക്ക് ജോലി അവസരം, അനുയോജ്യരായ തൊഴിലാളികളെ കണ്ടെത്തൽ, സ്വദേശികൾക്ക് ജോലി പരിശീലനം, സ്വദേശികളുടെ വേതന വിഹിതം, മാനവ വിഭവശേഷി നിധിയിൽ നിന്നും വിതരണം ചെയ്യൽ, തൊഴിൽ സ്ഥിരത എന്നിവയായിരിക്കും സൗദിവൽക്കരണത്തിന്റെ ഗുണമായി സ്ഥാപനങ്ങൾക്ക് ലഭിക്കുക. സൗദിവൽക്കരണത്തിലൂടെ 8000-ലധികം സ്വദേശികൾക്ക് ജോലി ലഭിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. സൗദിയിൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്നവരിൽ ഭൂരിഭാഗവും പ്രവാസികളാണ്. ഇത്രയധികം എണ്ണം സൗദികൾക്ക് മാറ്റുന്നതോടുകൂടി ഈ അവസരങ്ങൾ വിദേശികൾക്ക് നഷ്ടമാവും. മീഡിയ 1 റിയാദ്. ദുബൈയിൽ ഇനി മെട്രോ സ്റ്റേഷൻ നിങ്ങളുടെ ജോലി സ്ഥലമാക്കി മാറ്റാം. ബുർജുമാൻ മെട്രോ സ്റ്റേഷനിലാണ് പുതുമയുള്ള ഈ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. 20 ദിർഹം നൽകിയാൽ രാവിലെ മുതൽ രാത്രി വരെ ഇവിടെ സ്വസ്ഥമായിരുന്ന് ജോലി പൂർത്തിയാക്കാം. ചായയും കാപ്പിയും ഇന്റർനെറ്റും സൗജന്യമാണ്. ദുബായ് ബുർജുമാൻ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഷിനോജ് ശംസുദ്ദീൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മീഡിയ 1 എക്സ്ക്ലൂസീവ്. The next station is Burjuman. ജോലി സ്ഥലത്തെത്താൻ ദിവസവും മെട്രോ കയറി, ബസ് കയറി, വേർത്ത് കുളിച്ച് ഓഫീസിലെത്തേണ്ടവരാണ് പലപ്പോഴും നമ്മൾ. ഈ മെട്രോ സ്റ്റേഷനിൽ തന്നെ നമുക്ക് ജോലിയെടുക്കാൻ ഒരു സൗകര്യം ഉണ്ടായല്ലോ. അത്തരമൊരു സൗകര്യത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇത് ബുർജുമാൻ മെട്രോ സ്റ്റേഷനിലെ വർക്കിംഗ് സ്പേസ് ആണ്. ഇവിടെ ഇരുന്ന് ആർക്കും വന്ന് ജോലി ചെയ്യാം, അവരുടെ ഓഫീസ് മീറ്റിങ്ങുകൾ നടത്താം. വർക്ക് എന്ന് തന്നെയാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. ഒരു 4000 ചതുരശ്ര അടി വിസ്തീർണമുള്ള സ്ഥലത്താണ് ഈ വർക്കിംഗ് സ്പേസ് ഒരുക്കിയിട്ടുള്ളത്. RTAയും ദിക്കോ സ്പേസസ് എന്ന് പറയുന്ന കമ്പനിയും ചേർന്നിട്ടാണ് ഈ മെട്രോ സ്റ്റേഷനിൽ ആളുകൾക്ക് ജോലിയെടുക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. എന്താണ് പേര്? എൻ്റെ പേര് ഉനൈസാണ്. ഉനൈസ്. നാട്ടിലെവിടെയാണ്? കാസർഗോഡ്. ഉനൈസിന് വേറെ ഓഫീസുണ്ടോ അതോ ഓഫീസ്? ഫ്രീലാൻസ് ഡിസൈനറാണ്. അപ്പം ഇതുപോലെ വർക്ക് സ്പേസ് ആണ് അത് യൂസ് ചെയ്യല്. ഓക്കെ. ഏകദേശം 1 മന്ത് ആയിട്ട് ഇവിടെ വരുന്നുണ്ട്. പക്ഷെ നല്ല രീതിയിൽ
വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് അധികം ചൊറിയൊന്നും ഇല്ലാണ്ട് പീസ്ഫുൾ ആയതിന് വർക്ക് ചെയ്യാം. ഞാനിവിടെ PhD സ്റ്റുഡൻ്റാണ് UAE യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ ഇവിടെ എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ നിയർ ബൈ ഒരു ഓഫീസിൽ. അപ്പോൾ ആളാണ് സജസ്റ്റ് ചെയ്തത് ഇവിടെ ഇങ്ങനെ ഒരു കോവർക്കിംഗ് സ്പേസ് ഉണ്ട്. 8 AM to 6 PM ഇവിടെ ഉണ്ട്. അപ്പോൾ എൻ്റെ പ്രൊജക്റ്റ് വർക്ക് ഇപ്പം സ്റ്റാർട്ടായി. അതല്ല ഇപ്പം ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ സമ്മർ വെക്കേഷനാണ്. അപ്പം അവിടുത്തേനെക്കാട്ടിലും കൂടുതൽ ഇവിടെ വന്ന് വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്കൊരു ഓഫീസുണ്ട് ആക്ച്വലി ജബലലിയിലാണ്. അപ്പോൾ ഡെയിലി അവിടെ പോകുന്നതിന് പകരം ചില ദിവസങ്ങളിൽ ഇവിടെ ഇതാവും. അപ്പോൾ വീക്കിലി വൺസോ മറ്റോ ജബലിൽ പോയാൽ മതി. കാരണം ഞാൻ താമസിക്കുന്ന ഇവിടെ അടുത്താണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു സൗകര്യം. യാത്ര കുറക്കുക എന്നുള്ള ഉദ്ദേശമാണ്. യാത്ര കുറയ്ക്കുക എന്നാണ് ഒരു മെയിൻ ഉദ്ദേശം. എങ്ങനെയാണ് ഇവിടെ ജോലി ചെയ്യാനുള്ള സൗകര്യം കിട്ടുക, എന്തൊക്കെയാണ് അതിൻ്റെ നടപടിക്രമങ്ങൾ എന്ന് നമുക്ക് ചോദിക്കാം. ബബി, how I can work from tomorrow from here? For you to access the space, you need to download and register through the app first, and then you can do the payment. What is the name of the app? The CoSpaces app. Okay. Yeah, so you need to download just a basic registration, name and details and all, and then you can do the payment through there as well. What will be the fee if I need to work from here? So currently the rate is 20 dirhams per day, so you can access the space for full day from 8 AM to 9 PM. 20 ദർഹം കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഇവിടെ രാത്രി 9 മണി വരെ ജോലി ചെയ്യാനുള്ള അവസരം നൽകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഓരോ വ്യക്തികൾക്ക് ഉള്ള സ്പേസിൻ്റെ കാര്യമാണ്. മറ്റ് സൗകര്യങ്ങളും ഇവിടെയുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ചോദിക്കാം. If I pay 20 dirhams, what you will provide to an individual? So with the 20 dirhams, you can access the open space, and then internet, high-speed internet is included, and then also unlimited refreshments like coffee, tea, and water. And then for the 20 dirhams, you can utilize the space for the whole day from 8 AM to 9 PM. Okay. Yeah. We have a meeting room so they can book per hour. Per hour is 60 dirham, and then the meeting room can accommodate 6 people, and then TV screen, and then for any presentations, they can do that inside the meeting room. വർക്കിലെ മീറ്റിംഗ് റൂമുകളാണ് ഇത്. ഇവിടെ 60 ദർഹം മണിക്കൂറിന് നൽകി ഈ മീറ്റിംഗ് റൂം എടുക്കാം. അവിടെയും റിഫ്രഷ്മെൻറ്റും ഇതൊക്കെ ഉണ്ടാവും. മറ്റ് സ്ഥലങ്ങൾ ഓരോ വ്യക്തികൾക്ക് ലഭിക്കുന്നത് 20 ദർഹത്തിന് ഒരു ദിവസത്തേക്കാണ് അവർ ജോലിക്കായിട്ട് നൽകുന്നത്. ഇപ്പോൾ ബുർജുമാൻ മെട്രോയിൽ ആരംഭിച്ചിട്ടുള്ള ഈ കോവർക്ക് സ്പേസ് സംവിധാനം കൂടുതൽ മെട്രോ സ്റ്റേഷനിലേക്ക് വ്യാപിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് RTA. യാസർ അർഫാത്തിനൊപ്പം ഷിനു ഷംസുദ്ദീൻ, മീഡിയ 1, ദുബായ്. വെസ്റ്റ് ബാങ്കിന് മേലുള്ള ഇസ്രായേൽ അധിനിവേശവും അനധികൃത കുടിയേറ്റവും ജനീവ ചട്ടങ്ങൾക്ക് വിരുദ്ധമെന്ന് അന്താരാഷ്ട്ര നീതിന്യായ കോടതി. ഫലസ്തീനികളെ പുറന്തള്ളുന്ന നടപടി അനുവദിക്കാനാകില്ല. ഇസ്രായേലി ആഭ്യന്തര നിയമങ്ങൾ വെസ്റ്റ് ബാങ്കിലേക്ക് വ്യാപിപ്പിക്കുന്നത് അധിനിവേശം ഉറപ്പിക്കാനാണ്. കിഴക്കൻ ജെറൂസലേമിൽ ഇസ്രായേൽ നടപടികൾ ഫലസ്തീനികൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം സൃഷ്ടിക്കുന്നുവെന്നും അന്താരാഷ്ട്ര നീതിന്യായ കോടതി നിരീക്ഷിച്ചു. MCA നാസർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നാസർ, ഇസ്രായേലിൽ കൂട്ടക്കുരുതി തുടരുകയാണ് ഗസയിൽ. നമുക്ക് ഓരോ നിമിഷവും അപ്ഡേഷനുകൾ ലഭിക്കുന്നുണ്ട്. മരണസംഖ്യ കൂടിക്കൊണ്ടുവരികയാണ്. അതിനിടയിലാണ് ഇപ്പോൾ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഇത്തരത്തിലൊരു വിലയിരുത്തൽ വന്നിരിക്കുന്നത്. അവിടെ തീർച്ചയായിട്ടും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ഉത്തരവാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെയും പലതവണ കോടതിയുടെ ഇടപെടൽ പലസ്തീൻ പ്രശ്നത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ഈ വെസ്റ്റ് ബാങ്കുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ 1967 6 ദിന യുദ്ധത്തിലൂടെ ഇസ്രായേൽ പിടിച്ചടക്കിയ അധിനിവേശം നടത്തിയിരിക്കുന്ന വെസ്റ്റ് ബാങ്ക്, കിഴക്കൻ ജെറൂസലം, ഗസ ഉൾപ്പെടെയുള്ള മേഖലകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു വിധിന്യായമാണ് 15 അംഗ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, ഈ വെസ്റ്റ് ബാങ്കിനും കിഴക്കൻ ജെറൂസലേമിനും ഗസക്കുമേൽ ഇസ്രായേലിന് അധികാരമില്ല. ആ അധികാരം ഇല്ലാതിരിക്കെ തന്നെയും അനധികൃതമായിട്ടുള്ള കുടിയേറ്റം വ്യാപിപ്പിക്കുകയും തങ്ങളുടേതായിട്ടുള്ള നിയമങ്ങൾ അവിടെ അടിച്ചേൽപ്പിക്കുകയും അതുമാത്രമല്ല അവിടുത്തെ സമ്പത്തും ജനങ്ങളുടെ ജീവിതത്തിനും വലിയ ഭീഷണി ഉയർത്തുവാനുള്ള നടപടിക്രമങ്ങളുമായിട്ടാണ് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത്. ഇത് അംഗീകരിക്കാനാവില്ല. എത്രയും പെട്ടെന്ന് ഇസ്രായേൽ ഈ പ്രദേശങ്ങളിലുള്ള തങ്ങളുടെ നിയന്ത്രണം കൈവിടണം എന്നുകൂടി വളരെ കർശനമായിട്ടുള്ള ഈ വിധിന്യായ
വിധിന്യായത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ലോകരാജ്യങ്ങൾ നോർവേ ഉൾപ്പെടെ ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ഈ വിധിയെ ഏറെക്കുറെ തത്വത്തിൽ അതിനെ സ്വാഗതം ചെയ്യുന്നുണ്ട്. അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗികമായ പ്രതികരണം വന്നിട്ടില്ല. പക്ഷേ ഇസ്രായേൽ നേതൃത്വം നെതന്യാഹു ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതൊരു സെമിറ്റിക് വിരുദ്ധമായിട്ടുള്ള വിധിന്യായമാണ്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ഇത് അംഗീകരിക്കാനാവില്ല. അതുമാത്രമല്ല ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ഉടമസ്ഥാവകാശം പ്രത്യേകിച്ച് കിഴക്കൻ ജെറൂസലം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഇസ്രായേലിൻ്റെത് തന്നെയാണ്. ഇസ്രായേൽ അവിടെ നടത്തുന്ന എല്ലാ നടപടിക്കും ആധികാരികതയുണ്ട് എന്ന അർത്ഥത്തിലുള്ള പ്രതികരണമാണ് നെതന്യാഹുവും അതോടൊപ്പം തന്നെ സ്മോട്രിക് ഉൾപ്പെടെയുള്ള മന്ത്രിമാരും നടത്തിയിരിക്കുന്നത്. പക്ഷേ ലോക രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം, കാരണം നമുക്കറിയാൻ സാധിക്കും 2022 ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭയാണ് ഈ വിഷയം അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്ക് മുമ്പാകെ എത്തിച്ചിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് ദക്ഷിണാഫ്രിക്കയുടെ വംശഹത്യ നടത്തുന്നു ഇസ്രായേൽ എന്ന് ആരോപിച്ചുകൊണ്ടുള്ള ഒരു പരാതി കൂടി അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്ക് മുമ്പാകെയുള്ളത്. പക്ഷേ ഇതൊക്കെ ഉള്ള ഘട്ടത്തിൽ പോലും ഏതെങ്കിലും അർത്ഥത്തിൽ ഇത് നടപ്പാക്കാനുള്ള താല്പര്യമല്ല, മറിച്ച് ഇതിന് വിരുദ്ധമായിട്ട് തങ്ങളുടേതായിട്ടുള്ള ഔദത്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ അധിനിവേശത്തെ ന്യായീകരിക്കാനും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്. അതിന് അമേരിക്ക എന്ന വൻശക്തിയുടെ പൂർണ്ണ പിന്തുണ ഇതുവരെ ഉണ്ടായിരുന്നു. പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെയും മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ നീക്കം ഒരുപക്ഷെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഭാഗത്തുള്ള ഉത്തരവ് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ചും. അമൃത. നാസർ, അതുപോലെ തന്നെ ഒരു വെടിനിർത്തൽ എന്നുണ്ടാകും, സമാധാനം എന്ന് പുലരുമെന്നാണ് ലോകജനത ഉറ്റുനോക്കുന്നത്. ഈ കൈറോ ഒക്കെ കേന്ദ്രീകരിച്ചുള്ള വെടിനിർത്തൽ ചർച്ചകൾ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുകയാണ്? എന്തെങ്കിലും ഒരു പ്രതീക്ഷ നമുക്കുണ്ടോ? അവിടുത്തെ ഇന്നലെ വൈകിട്ട് തന്നെ ഇസ്രായേലി സംഘം കെയ്റോയിൽ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അമേരിക്കൻ പ്രതിനിധി സംഘവും കെയ്റോയിലുണ്ട്. ഖത്തറിന്റെയും മറ്റും പ്രതിനിധി സംഘവും ഇതിനകം തന്നെ കെയ്റോയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. തിരക്കിട്ട നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഇന്ന് വൈകിട്ട് നടത്തിയ പ്രതികരണത്തിൽ US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ വ്യക്തമാക്കിയിരിക്കുന്നത് ഏറെക്കുറെ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അധികം വൈകാതെ തന്നെ ഈ വെടിനിർത്തൽ കരാറുണ്ടാകും. അതോടുകൂടി ഈ മേഖലയിലെ സംഘർഷത്തിന് കുറവുണ്ടാകുമെന്നാണ് അമേരിക്ക US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും മറ്റും വ്യക്തമാക്കിയിരിക്കുന്നത്. നാളെയാണ് നെതന്യാഹു അമേരിക്കയിലേക്ക് പുറപ്പെടുന്നത്. തിങ്കളാഴ്ചയാണ് ബൈഡനും നെതന്യാഹുവും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കുന്നത്. അതിന് പിന്നാലെ അമേരിക്കൻ കോൺഗ്രസിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് നെതന്യാഹു സംസാരിക്കുകയും ചെയ്യും. അത്തരമൊരു ഘട്ടത്തിൽ ഏതെങ്കിലും അർത്ഥത്തിൽ ആക്രമണം നിർത്തുന്നതായിട്ടുള്ള ഒരു സൂചനയൊന്നും നെതന്യാഹുവിന്റെ ഭാഗത്തു നിന്നോ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിന്റെ ഭാഗത്തു നിന്നോ ഇനിയും ഉണ്ടായിട്ടില്ല. പക്ഷേ പ്രതീക്ഷ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് ഇസ്രായേലിനെ പൂർണ്ണമായിട്ട് ഞെട്ടിച്ചുകൊണ്ട് യമനിലെ ഹൂത്തികൾ നടത്തിയ ഡ്രോൺ ആക്രമണം, തെല്ലവീവിന് നേരെയുള്ള ആ ഡ്രോൺ ആക്രമണം ഒരുപക്ഷെ ഈ യുദ്ധം തുടങ്ങിയ ശേഷം ഇത്രയും രൂക്ഷമായിട്ടുള്ള ഒരു ഡ്രോൺ ആക്രമണം തെല്ലവീവ് പോലുള്ള ഏറ്റവും സുരക്ഷയുള്ള ഒരു കേന്ദ്രത്തിന് നേരെ ഉണ്ടായി എന്നത് ഇസ്രായേലി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, ഇസ്രായേലി രാഷ്ട്രീയ സൈനിക നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഞെട്ടലും ഉളവാക്കിയിട്ടുണ്ട്. ഒരാൾ മരണപ്പെടുകയും നിരവധി പേർക്ക് ഈ ഡ്രോൺ ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു. ഏതാണ്ട് ഒക്ടോബർ 7 ശേഷം 200ഓളം ഡ്രോണുകൾ ഹൂത്തികൾ മാത്രം ടെലവീവ് ഉൾപ്പെടെയുള്ള അധിനിവിഷ്ട പലസ്തീൻ കേന്ദ്രങ്ങൾക്ക് നേരെ അല്ലെങ്കിൽ ഇസ്രായേൽ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് നടന്നിരിക്കുന്ന ആക്രമണം വലിയ വ്യാപകമായിട്ടുള്ള പ്രത്യാഘാതം ഉണ്ടാക്കാൻ പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ശക്തമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാവും. ഇറാൻ അനുകൂല മിലീഷ്യകൾക്കെതിരെ തങ്ങൾ കുറെ കൂടി കടുത്ത ആക്രമണം നടത്തുമെന്ന് യോവ് ഗാലന്റ് അറിയിച്ചിട്ടുണ്ട്. വിദേശ പര്യടനത്തിലായിരുന്ന എയർഫോഴ്സ് മേധാവി അടിയന്തരമായി തന്നെ തെല്ലവീവിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ ശക്തമായിട്ടുള്ള ആക്രമണത്തിലേക്ക് പ്രധാനമായിട്ടും ലബനാൻ കേന്ദ്രീകരിച്ചും ഹൂത്തികൾക്കെതിരായിട്ടുമുള്ള ചില ആക്രമണ പദ്ധതികൾ ഇസ്രായേൽ തയ്യാറാക്കുന്ന റിപ്പോർട്ടുകൾ കൂടി ഏറ്റവും അവസാനം പുറത്തു വരികയാണ്. എന്തായാലും ഈ കെയ്റോ കേന്ദ്രീകരിച്ച് നടക്കുന്ന വെടിനിർത്തൽ ചർച്ച പരാജയപ്പെടുകയാണെങ്കിൽ, അത് വിജയിക്കുന്നില്ല എങ്കിൽ കൂടുതൽ വ്യാപകമായിട്ടുള്ള ആക്രമണ പരമ്പരകളിലേക്കായിരിക്കും ഈ സ്ഥിതിഗതികൾ കൊണ്ടുപോവുക. അമൃത. ശരി, MC നാസറാണ് ദുബൈയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്. വിദേശ ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത് മുങ്ങിയെന്ന കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെടുന്ന ഹർജി ഹൈക്കോടതി തള്ളി. UAE-യിലെ ഇൻവെസ്റ്റ് ബാങ്ക് വായ്പയായി അനുവദിച്ച 135 കോടിയിൽ 83 കോടി രൂപ തിരിച്ചടക്കാതെ മുങ്ങി എന്നാണ് കേസ്. കാസർകോട് ചന്ദേര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണമെന്ന ചന്ദേര ചെനോത്ത് തിരുത്തുമ്മൽ അബ്ദുൾ റഹ്മാന്റെ ഹർജിയാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് തള്ളിയത്. ഹെക്സ ഓയിൽ ആൻഡ് ഗ്യാസ് സർവീസസ് എന്ന കമ്പനിയുടെ പേരിൽ UAE-യിലെ ബാങ്കിൽ നിന്ന് 2017-18 കാലയളവിലാണ് 68,159 മില്യൺ UAE ദിർഹം ഹർജിക്കാരൻ വായ്പയെടുത്തത്. ഇതിൽ 42,898 മില്യൺ UAE ദിർഹമാണ് ബാങ്കിൽ തിരിച്ചടക്കാനുള്ളത്. FIR-ഉം രേഖകളും പരിശോധിച്ചതിൽ നിന്ന് പ്രതിക്കെതിരെ ആരോപിക്കപ്പെടുന്ന കുറ്റം പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുമെന്ന് കോടതി വ്യക്തമാക്കി. മീഡിയ 1 ദുബൈ.
കുവൈത്തിൽ വൈദ്യുതി ജല ഉപഭോഗത്തിൽ വീണ്ടും വർധനവ്. ഇന്നലെ വൈദ്യുതി ബോർഡ് സൂചിക 17,000 മെഗാവാട്ടിലെത്തി. ഉപഭോക്താക്കൾ ഉൽപാദന കേന്ദ്രങ്ങളിലെ സമ്മർദ്ദം ഒഴിവാക്കുന്നതിന് തിരക്കേറിയ സമയങ്ങളിൽ അമിതമായി വൈദ്യുതോപകരണങ്ങൾ ഉപയോഗിക്കരുതെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു. അതിനിടെ അലിസബ അൽ സേലം മേഖലയിലെ സബ് ഫീഡർ തകരാർ പരിഹരിച്ചതായും മേഖലയിൽ വൈദ്യുതി പുനഃസ്ഥാപിച്ചതായും അധികൃതർ അറിയിച്ചു. തെക്കൻ ഗസയിലെ ഖാൻ യൂനിസിൽ കുവൈത്ത് റെഡ് ക്രസന്റ് സൊസൈറ്റി നടത്തുന്ന ആശുപത്രിയിൽ ഫലസ്തീനിയൻ അമ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകി. ആശുപത്രി മെഡിക്കൽ ഫെസിലിറ്റി മാനേജർ ഡോക്ടർ അൻവർ അൽഖറയാണ് ഇക്കാര്യം അറിയിച്ചത്. ഫലസ്തീൻ ജനതയ്ക്കായുള്ള KRCS സേവനങ്ങളെയും കുവൈത്തിന്റെ പിന്തുണയെയും അദ്ദേഹം അഭിനന്ദിച്ചു. തൊഴിലിടങ്ങളിലെ അപകടങ്ങൾ തടയാനും ചൂടുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും ലക്ഷ്യമിട്ട് ഡെലിവറി ജോലിക്കാർക്കായി തൊഴിൽ മന്ത്രാലയം ശില്പശാല നടത്തി. പൊതുജനാരോഗ്യ മന്ത്രാലയത്തിന്റെയും ഖത്തർ റെഡ് ക്രസന്റിന്റെയും സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഡെലിവറി കമ്പനികളിലെ ബൈക്ക് ഡ്രൈവർമാർക്ക് റോഡ് സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ നൽകിയതിനൊപ്പം തൊഴിൽ മന്ത്രാലയത്തിന്റെ ഈ സേവനങ്ങൾ പരിചയപ്പെടുത്തുകയും ചെയ്തു. ഉൾഭാഗങ്ങളിൽ ഉൾപ്പെടെ ഏത് റോഡുകളിലും ഗതാഗത നിയമങ്ങൾ പാലിക്കേണ്ടതിന്റെ പ്രാധാന്യം അധികൃതർ ഓർമ്മിപ്പിച്ചു. കൂടുതൽ ഗൾഫ് വാർത്തകളിലേക്ക് കടക്കുകയാണ്. കുവൈത്ത് ഫുട്ബോൾ ടീമിന്റെ പരിശീലകനായി ഹുവാൻ അന്റോണിയോ പിസിയെ നിയമിച്ചു. ഹുവാൻ പിസിയുമായി 1 വർഷത്തെ കരാർ ഒപ്പിട്ടതായി കുവൈത്ത് ഫുട്ബോൾ ഫെഡറേഷൻ ആക്ടിംഗ് ചെയർമാൻ ഹയീഫ് അൽ മുതൈരി അറിയിച്ചു. അർജന്റീനയിൽ ജനിച്ച ഹുവാൻ പിസി 4 വർഷം സ്പെയിൻ ദേശീയ ടീമിനെ പ്രതിനിധാനം ചെയ്ത് ഒരു ലോകകപ്പിലും ഒരു യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിലും കളിച്ചിട്ടുണ്ട്. 2018 ലോകകപ്പിൽ സൗദി അറേബ്യയും 2023 ബഹ്റൈൻ ടീമിന്റെയും കോച്ചായിരുന്നു. കുവൈത്ത് ടീമിന്റെ മികച്ച പ്രകടനത്തിന് പിസിയുടെ പരിശീലനം ഗുണം ചെയ്യുമെന്ന് ഫുട്ബോൾ ഫെഡറേഷൻ അറിയിച്ചു. സൗദിയിലെ മുഴുവൻ സിറ്റി ഫ്ലവർ ഔട്ട്ലെറ്റുകളിലും സമ്മർ കൂൾ ഫെസ്റ്റിന് തുടക്കം. 10 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മർ കൂൾ ഫെസ്റ്റിൽ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും നിരവധി ഓഫറുകളാണ് ഒരുക്കിയിട്ടുള്ളത്. ഉദ്ഘാടനം റിയാദിലെ ബത്ത സിറ്റി ഫ്ലവർ ഹൈപ്പർ മാർക്കറ്റിൽ ഗായകൻ നിസാം നിർവഹിച്ചു. ദിവസം നീണ്ടു നിൽക്കുന്ന സിറ്റി ഫ്ലവർ സമ്മർ കൂൾ ഫെസ്റ്റിനാണ് കഴിഞ്ഞ ദിവസം തുടക്കമായത്. ഫെസ്റ്റിന്റെ ഭാഗമായി നിരവധി ഓഫറുകൾ ലഭ്യമാണ്. ചൂടിനെ പ്രതിരോധിക്കുന്ന വസ്ത്രങ്ങൾ, കൂളിംഗ് ഫാനുകൾ, ആരോഗ്യ സംരക്ഷണ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ തുടങ്ങിയവയ്ക്ക് പ്രത്യേകം വിലക്കുറവുണ്ട്. 50% വിലക്കുറവിൽ വിവിധ ശ്രേണിയിലുള്ള വസ്ത്രവൈവിധ്യവും ലഭ്യമാണ്. കിഡ്സ് വെയർ, ലേഡീസ് വെയർ, ഹൗസ് ഹോൾഡ്, സ്റ്റേഷനറി എന്നിവയിലും വമ്പിച്ച ഓഫറാണ്. സിറ്റി ഫ്ലവർ സമ്മർ കൂൾ ഫെസ്റ്റിന്റെ ഉദ്ഘാടനം റിയാദിലെ ബത്ത സിറ്റി ഫ്ലവർ ഹൈപ്പർ മാർക്കറ്റിൽ ഗായകൻ നിസാം കോഴിക്കോട് നിർവഹിച്ചു. ഇവിടെ കൂൾ സമ്മർ ഇന്നു മുതൽ ആരംഭിക്കുന്നു. ഇതിന്റെ ഉദ്ഘാടനത്തിനാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. ഞാനും ഒന്ന് കുറെ കറങ്ങി നടന്നു, പക്ഷെ പുറത്ത് കാണുന്നതിനേക്കാൾ ഭയങ്കര അഫോർഡബിൾ റേറ്റിലാണ് ഞാനെല്ലാം കണ്ടത്. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി എല്ലാ ഔട്ട്ലെറ്റുകളിലും ഒരുക്കിയിട്ടുള്ള ഗെയിമുകളിലൂടെ സമ്മാനങ്ങൾ നേടാനുള്ള അവസരവുമുണ്ട്. ജ്യൂസ് ഫെസ്റ്റ്, കളറിംഗ് മത്സരങ്ങൾ, ഫൺ ഗെയിമുകൾ, കലാപരിപാടികൾ തുടങ്ങി നിരവധി പരിപാടികളാണ് ഫെസ്റ്റിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ളത്. കൂൾ സമ്മർ നമുക്കെല്ലാവർക്കും അറിയാം, സൗദി അറേബ്യ വളരെ ചൂട് കാലാവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം പേര് പോലെ തന്നെ നമ്മൾ കൂൾ സമ്മറിന് ഈ ഒരു തീമിന് അണ്ടറിൽ ഒരുപാട് സമ്മർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് ഒരു കുടക്കീഴിലായിട്ട് ഒരുക്കിയിരിക്കുന്നത്. അതായത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിൽ നമ്മളെ സിറ്റി ഫ്ലോർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എപ്പോഴും എന്നും നമ്മളെ സാധാരണക്കായ പ്രവാസികൾക്ക് അഫോർഡബിൾ ആയിട്ട് റേറ്റിന് പ്രൊമോഷൻസും ഓഫേഴ്സും പ്രൊഡക്ട്സും നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് എപ്പോഴും ഓഫറിൽ കൊണ്ടുവരുന്ന ഒരു സ്ഥാപനം തന്നെയാണ് സിറ്റി ഫ്ലവർ. നൌഷാദ്, ശിഹാബ് കൊട്ടുകാട്, റാഫി കൊയിലാണ്ടി, ഗഫൂർ കൊയിലാണ്ടി, റാഷിദ് ദയ, ശരത് ലാൽ, റഹ്മത്തുള്ള, ഷെരീഫ് പട്ടാമ്പി, സിദ്ദിഖ് തുവൂർ തുടങ്ങിയവർ റിയാദിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പങ്കെടുത്തു. വിവിധ ഔട്ട്ലെറ്റുകളിലായി സംഘടിപ്പിച്ച സമ്മർ കൂൾ ഫെസ്റ്റിന് 29 തിങ്കളാഴ്ചയോടെ സമാപനമാകും. മീഡിയ 1 റിയാദ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷിക ദിനത്തിൽ അനുസ്മരണ സദസ്സ് സംഘടിപ്പിച്ച ഇൻകാസ് ഖത്തർ. ICC അശോക ഹാളിൽ നടന്ന പരിപാടിയിൽ ഖത്തറിലെ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ പങ്കെടുത്തു. ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയോടെയാണ് അനുസ്മരണ ചടങ്ങ് തുടങ്ങിയത്. ICC അശോക ഹാളിലെ തിങ്ങി നിറഞ്ഞ സദസ്സിൽ ഇൻകാസ് ഖത്തർ നിർമ്മിച്ച ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചു. ഖത്തർ ഇൻകാസ് പ്രസിഡന്റ് ഹൈദർ ചുങ്കത്തറ അധ്യക്ഷനായിരുന്നു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ സണ്ണിക്കുട്ടി എബ്രഹാം മുഖ്യപ്രഭാഷണം നടത്തി. ഖത്തറിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി നേതാക്കൾ, വിവിധ സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ അനുസ്മരിച്ച് സംസാരിച്ചു. താജുദ്ദീൻ ചീരക്കുഴി സ്വാഗതവും ഈപ്പൻ തോമസ് നന്ദിയും പറഞ്ഞു. മീഡിയ 1 ദോഹ. കുവൈത്തിൽ ആദ്യമായി നടത്തിയ വാസ്കുലർ ശസ്ത്രക്രിയ വിജയകരം. മുബാറക് അൽ കബീർ ഹോസ്പിറ്റലിലെ വാസ്കുലർ സർജറി ടീമാണ് അപൂർവ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയത്. ഗൾഫ് മേഖലയിൽ തന്നെ ആദ്യമായാണ് അയോട്ടിക് തെറാസിസിൻ
അന്യൂറിസം ആർച്ചിന് ശസ്ത്രക്രിയ നടത്തുന്നത്. പരമ്പരാഗത ഇംപ്ലാന്റിങ്ങിനെ തുടർന്നുണ്ടാകുന്ന സ്ട്രോക്കിന്റെ സാധ്യത ഇത്തരം ചികിത്സാ രീതിയിലൂടെ ഏറെ കുറയ്ക്കാൻ കഴിയും. ശസ്ത്രക്രിയ നടത്തിയ അടുത്ത ദിവസം തന്നെ രോഗി ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. ഒമാനിലെ സാമൂഹ്യ പ്രവർത്തകയും ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് കേരള വിഭാഗത്തിന്റെ സജീവ പ്രവർത്തകയുമായ മോളി ഷാജി അന്തരിച്ചു. ഭർത്താവ് ഷാജി സെബാസ്റ്റ്യൻ മുൻ ലോക കേരള സഭാംഗമാണ്. ഭർത്താവിനോടൊപ്പം പ്രവാസികളുടെ വിവിധ വിഷയങ്ങളിൽ പതിറ്റാണ്ടുകളായി ഇടപെട്ടിരുന്ന വ്യക്തിയായിരുന്നു മോളി. സാധുവായ രേഖകളില്ലാത്ത പ്രവാസികൾക്ക് ഒമാൻ ഗവൺമെന്റ് പ്രഖ്യാപിച്ച പൊതുമാപ്പിന്റെ അവസരങ്ങളിൽ ഇന്ത്യൻ എംബസി കേന്ദ്രീകരിച്ച് നടത്തിയ വോളണ്ടിയർ പ്രവർത്തനങ്ങളിൽ മോളി നേതൃത്വപരമായ പങ്ക് വഹിച്ചിരുന്നു. വാദി കബീർ വെടിവെപ്പ് സംഭവത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ അംബാസഡർമാരെ സന്ദർശിച്ച് ഒമാനി അധികൃതർ അനുശോചനം രേഖപ്പെടുത്തി. ദുരിതബാധിതരായ കുടുംബങ്ങൾക്ക് ഒമാന്റെ പിന്തുണയും ഐക്യദാർഢ്യവും അധികൃതർ അറിയിച്ചു. ആശുപത്രികളിൽ പരിക്കേറ്റവർക്ക് നൽകുന്ന വൈദ്യസഹായത്തിനും അംബാസഡർമാർ നന്ദി അറിയിച്ചു. ഒമാൻ വിദേശകാര്യ മന്ത്രാലയ അണ്ടർ സെക്രട്ടറി ഖാലിദ് മുസൽഹി, GCC റീജിയണൽ മേധാവി അൽമസ്കാരി എന്നിവരാണ് ഇന്ത്യൻ അംബാസിഡർ അമിത് നാരംഗ്, പാകിസ്ഥാൻ അംബാസിഡർ മുഹമ്മദ് ഇമ്രാൻ അലി ചൌധരി എന്നിവരെ സന്ദർശിച്ച് അനുശോചനം രേഖപ്പെടുത്തിയത്. അംബാസിഡർമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സംഭവത്തിൽ ആത്മാർത്ഥമായ അനുശോചനവും ദുഃഖിതരായ കുടുംബങ്ങളോട് സഹതാപവും അറിയിക്കുകയാണെന്നും പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്നും ഒമാനി ഉദ്യോഗസ്ഥർ ആശംസിച്ചു. റോയൽ ഒമാൻ പോലീസ് ഉദ്യോഗസ്ഥന്റെ രക്തസാക്ഷിത്വത്തിൽ അംബാസിഡർമാർ അനുശോചനം രേഖപ്പെടുത്തുകയും പരിക്കേറ്റ എല്ലാവരും വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്നും പറഞ്ഞു. ഒമാനുമായുള്ള തങ്ങളുടെ രാജ്യങ്ങളുടെ പൂർണ്ണ ഐക്യദാർഢ്യം അറിയിച്ച അംബാസിഡർമാർ സുൽത്താനേറ്റിന്റെ സുരക്ഷിതത്വവും സമാധാനവും നിലനിർത്താനുള്ള ശ്രമങ്ങൾക്ക് പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്നും പറഞ്ഞു. തിങ്കളാഴ്ച രാത്രി 10 വാദി കബീർ മസ്ജിദ് പരിസരത്ത് നടന്ന വെടിവെപ്പിൽ ഇന്ത്യക്കാരനുൾപ്പെടെ 9 പേരാണ് മരിച്ചത്. മീഡിയ 1 മസ്കത്ത്. ദുബായ് KMCC മലപ്പുറം ജില്ലാ കമ്മിറ്റി ഫുജൈറയിലേക്ക് മാധ്യമയാത്ര സംഘടിപ്പിച്ചു. PK അൻവർ നഹ ഉദ്ഘാടനം ചെയ്തു. മുജീബ് കോട്ടയ്ക്കൽ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ മാധ്യമ വിഷയങ്ങളിൽ ചർച്ചാ സംവാദം നടന്നു. ഹക്കീം ഹുദവി, ജാഫർ പുൽപ്പറ്റ, ആഷിഖ് പുതുപ്പറമ്പ് തുടങ്ങിയവരുടെ സംഗീത പരിപാടിയും അരങ്ങേറി. ഗൾഫിലെ കൊടും വേനലിൽ ജോലിയെടുക്കുന്നവർ പുറത്തിറങ്ങുമ്പോൾ ആരോഗ്യപരമായ മുൻകരുതൽ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകുന്നു. സൂര്യാതപം ഏൽക്കുന്നത് ഒഴിവാക്കാനും നിർജ്ജലീകരണം സംഭവിക്കുന്നത് തടയാനും മുൻകരുതൽ ആവശ്യമാണ്. കൊടുംവെയിലത്ത് ജോലിയെടുക്കുന്നവർ ധാരാളം വെള്ളം കുടിക്കണമെന്ന് നിർദ്ദേശിക്കാറുണ്ടെങ്കിലും പാനീയങ്ങളിൽ മാത്രം നിർജ്ജലീകരണം തടയാനുള്ള മുൻകരുതൽ ഒതുക്കരുതെന്ന് പറയുന്നു ദുബൈയിലെ ആരോഗ്യ വിദഗ്ധ ഡോക്ടർ അശ്വതി ബാലകൃഷ്ണ. അപ്പോൾ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാൽ പുറത്തും ചൂടാണ്, നമ്മുടെ ഉള്ളിലും ചൂട് കയറിക്കൊണ്ടിരിക്കുക. ആയുർവേദ പ്രകാരം പറയുന്നത് പിത്തദോഷം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കൂളൻസ് ആയിട്ടുള്ള, ഇപ്പോൾ എല്ലാവരുടെയും ഒരു മിഥ്യാധാരണ എന്താണെന്ന് വെച്ചാൽ വെള്ളം കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൈഡ്രേറ്റഡ് ആവും എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല. പുറമെ ജോലി എടുക്കുന്ന ആൾക്കാരോട് എൻ്റെ ഒരു അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിലൊരു പറ്റുമെങ്കിൽ ബാഗിലോ ഒരു ORSO അങ്ങനത്തെ എന്തെങ്കിലും സാഷേഴ്സ് കൂടെ കൊണ്ടുപോകാൻ സാധിച്ചാൽ ഈ പുറമെ പോയിട്ടുള്ള ഈ ചൂട് മാത്രമല്ല നമുക്കുള്ള ഹ്യൂമിഡിറ്റിയും കൂടുതലാണ്. നിങ്ങൾക്ക് കണ്ണടയൊക്കെ വെക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ മനസ്സിലാവും. അവിടെ മൊത്തം ഹ്യൂമിഡിറ്റി കൂടിയിട്ട് ഒന്നും പുറത്ത് പോകുമ്പോൾ കണ്ണ് കാണാൻ പറ്റായ എന്നുള്ളൊരു കണ്ടീഷനൊക്കെ. അപ്പോൾ അത് അത്രയും ഹ്യൂമിഡിറ്റി ഉണ്ട് ഇവിടെ. അപ്പോൾ അതിനെ നമുക്ക് ഫൈറ്റ് ചെയ്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ വെള്ളം മാത്രം പോരാ. വെള്ളം ഓഫ് കോഴ്സ് എല്ലാവരും ദാഹം വരുമ്പോൾ കുടിക്കുന്നുണ്ട്. പക്ഷേ ഒരു ORS അല്ലെങ്കിൽ ഒരു ഗ്ലൂക്കോസോ എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ ഇലക്ട്രോലൈറ്റ് ബാലൻസും നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും. പുറത്ത് ജോലിയെടുക്കുന്നവർ മാത്രമല്ല, കൂടുതൽ സമയം വീടിനകത്ത് കഴിച്ചുകൂട്ടുന്നവരും പുറത്തിറങ്ങുമ്പോൾ മുൻകരുതൽ സ്വീകരിക്കണം. ഇപ്പോൾ ഹൗസ് വൈഫ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവർ കൂടുതൽ ടൈമും വീട്ടിൻ്റെ ഉള്ളിൽ AC-ൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത് അല്ലേ. സോ ആ ഒരു ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടാവുമെന്ന് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കണം. ആ ഒരു അവയർനെസ്സാണ് അവർക്ക് ഫസ്റ്റ് വേണ്ടത്. കാരണം പുറത്തിറങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഇത്രയും വലിയൊരു 50 ഡിഗ്രി സെൽഷ്യസിൻ്റെ പുറത്തേക്കാണ് പുറത്തിറങ്ങുന്നത് എന്നുള്ളൊരു ആദ്യം ഒരു സെൽഫ് അവയർനെസ്സാണ് അവർക്ക് വേണ്ടത്. സോ അവർ മാക്സിമം കവർ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ തട്ടമൊക്കെ ഇടുന്നവരാണെങ്കിൽ ഓഫ് കോഴ്സ് ഉണ്ടാവും. അതല്ലാണ്ട് സൺഗ്ലാസസ് യൂസ് ചെയ്യുക. അതൊരു സ്റ്റൈലിനല്ല, നേരെ മറിച്ച് നിങ്ങളുടെ കണ്ണിനുള്ള പ്രൊട്ടക്ഷനാണെന്നും. പിന്നെ ഗ്ലൗസ് യൂസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഗ്ലൗസ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഹാറ്റ് വെച്ചിട്ട് പോവാം, ഒരു അംബ്രല്ല കൂടെ എടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരുപാട് ഈ ഡീഹൈഡ്രേഷനും തലചുറ്റി താഴെ വീഴുക, കാർഡിയാക് അറസ്റ്റ് അങ്ങനത്തെ ഒരുപാട് നമുക്ക് പെട്ടെന്ന് വരുന്ന എമർജൻസീസ് ഉണ്ടല്ലോ, ഇതൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കാൻ പറ്റും. ചൂട് മൂലമുണ്ടാകുന്ന ശാരീരിക പ്രശ്നങ്ങളെ അവഗണിക്കരുതെന്നും ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകുന്നു. മീഡിയ 1 ദുബായ്.
സമൂഹമാധ്യമങ്ങളിൽ ചിത്രങ്ങൾ പ്രചരിപ്പിച്ച് പണം തട്ടിയെന്ന കേസിൽ 2 മലയാളികൾ അജ്മാനിൽ പിടിയിലായി. ഖത്തറിൽ പ്രവാസിയായ കൊല്ലം സ്വദേശി ഫാത്തിമ നൽകിയ പരാതിയിലാണ് അജ്മാൻ പോലീസ് 2 പേരെ പിടികൂടിയത്. ഫാത്തിമയുടെ നിയമ പോരാട്ടത്തെക്കുറിച്ചുള്ള വാർത്ത മീഡിയ വൺ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്ത് ചെയ്യാൻ പറ്റൂലേന്ന്? എന്റെ കൈ പൈസ ഇല്ല. തന്റെ ചിത്രങ്ങൾ ദുരുപയോഗം ചെയ്ത് പണം ആവശ്യപ്പെട്ട് ശല്യം ചെയ്യുന്ന അജ്മാനിലെ സംഘത്തിനെതിരെ ഖത്തറിൽ നിന്ന് UAE-യിലെത്തിയാണ് ഫാത്തിമ കഴിഞ്ഞ ദിവസം പരാതി നൽകിയത്. പരാതിയിൽ ഉടൻ നടപടിയുണ്ടായതായി ഫാത്തിമ പറഞ്ഞു. ഒരു കാസർഗോഡ് സ്വദേശിയും തിരുവനന്തപുരം സ്വദേശിയുമാണ് കേസിൽ പിടിയിലായത്. ഉടനെ എന്നെ വിളിപ്പിക്കുകയും ഐഡന്റിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഞാൻ ഐഡന്റിഫിക്കേഷൻ ചെയ്യുകയും അയാളെ ലോക്കപ്പിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുകയുണ്ടായി. കേസിലെ മറ്റംഗങ്ങളും ഉടൻ പിടിയിലാവുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. അതായത് അജ്മാൻ ദുബായ് പരിസരങ്ങളിൽ ഒളിഞ്ഞിരുന്നു കൊണ്ട് ആക്രമിക്കുന്നുണ്ട്. അതായത് മീൻസ് 2-3 പേരുടെ പേര് ഞാൻ എടുത്തു പറയുകയാണ്. ദേവകൃഷ്ണ എന്ന് പറയുന്ന ഒരു ലേഡീനെ ഉപയോഗിച്ചുകൊണ്ട് ഇവർ കളിക്കുന്നുണ്ട്. പിന്നെ ഖത്തറിൽ നിന്നുകൊണ്ട് ഒരു ഡ്രാക്കുള അറഫാത്ത് എന്ന് പറയുന്ന അക്കൗണ്ടിനെ ഇവർ ഉപയോഗിച്ച് കളിക്കുന്നുണ്ട്. ഇതുപോലെ ഒരുപാട് കുടുംബങ്ങൾ ഇവർ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ആർക്കും ഇനി ഇങ്ങനെ ഒരു ഗതി ഉണ്ടാവരുതേ എന്ന് നമുക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഖത്തറിൽ നിന്നെത്തിയ ഫാത്തിമയ്ക്ക് സഹദുള്ള ആയഞ്ചേരിയാണ് നിയമസഹായം നൽകിയത്. മീഡിയ വൺ ദുബായ്. ഇന്നത്തെ മീഡിയ സ്റ്റാറിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്.